കോട്ടയം നഗരസഭയുടെ പെൻഷൻ അക്കൗണ്ടുകളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് സംശയം. അവസാനം പെൻഷൻ വാങ്ങിയവരുടെ എണ്ണത്തിലും മസ്റ്ററിംഗിന് എത്തിയവരുടെ എണ്ണത്തിലും ഉണ്ടായ വ്യത്യാസമാണ് സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. ഇതിനിടെ പെൻഷൻ തട്ടിപ്പ് നടത്തിയ പ്രതി അഖിൽ സി വർഗീസിനെ പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കോട്ടയം നഗരസഭയിൽ മസ്റ്ററിംഗിനെത്തിയത് 360 പേർ മാത്രം. എന്നാൽ ഏറ്റവും ഒടുവിൽ പെൻഷൻ വാങ്ങിയവരുടെ എണ്ണം 416 ആണ്. 56 അക്കൗണ്ടുകളുടെ കുറവ്. ഇതിൽ വ്യാജ അക്കൗണ്ടുകളോ മരണപ്പെട്ടവരുടെ അക്കൗണ്ടുകളോ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. പരിശോധന പൂർണ്ണമാകാത്തതിനാലും പെൻഷൻ ഫണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനാലും ഇത്തവണ പെൻഷൻ വിതരണം മുടങ്ങി. ഓണത്തിന് പോലും പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ പലരും ബുദ്ധിമുട്ടിലായിട്ടുമുണ്ട്. എന്നാൽ വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള നടപടികളുടെ ഭാഗമാണിതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അഴിമതി അന്വേഷിക്കാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം എത്തിയിരുന്നു. തദ്ദേശ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് 3 കോടി രൂപയിലേറെ തിരിമറി നടത്തിയ പ്രതി അഖിൽ സി വർഗീസിനെ കണ്ടെത്താൻ ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇടത് സംഘടനയുടെ നേതാവ് കൂടിയായിരുന്ന അഖിൽ സി വർഗീസ് ഒളിവിൽ പോയി 1 മാസം പിന്നിട്ടിട്ടും അഖിൽ എവിടെയാണെന്ന് പോലും പോലീസിന് സൂചനയില്ല. പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിനെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പെൻഷൻ തുക അഖിൽ തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സമാന രീതിയിൽ കൊല്ലത്തും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നെങ്കിലും നടപടിയെടുക്കാതെ ഒഴിവാക്കുകയായിരുന്നുവെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. വകുപ്പുകളുടെ പരിശോധന പൂർത്തിയാകാത്തതിനാൽ എന്ന് പെൻഷൻ വിതരണം പുനരാരംഭിക്കാനാകുമെന്ന് അറിയാനാകാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമാണ് പോലീസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും എങ്ങുമെത്താതെ അനന്തമായി നീളുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.